നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. UDF സീറ്റ് ചർച്ച നീളുന്നു. അങ്കമാലിയിൽ കൈവച്ച KM മാണിയും 4 സീറ്റിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജോണി നെല്ലൂർ. RSP ജനതാദൾ U സീറ്റുകളിലും ധാരണയായില്ല. പുതുക്കിയ പട്ടികയുമായി CPIM ജില്ലാ സെക്രട്ടേറിയറ്റുകൾ. PC ജോർജിനെ അയോഗ്യനാക്കിയ നടപടി ഹൈക്കോടതി റദ്ദ് ചെയ്തു. സ്പീക്കർ N ശക്തന് കോടതി വിമർശനം. ജോർജിന്റെ വാദം കേൾക്കാത്തതെന്ത്? ജോർജ് MLA പദം രാജിവെച്ചത് പരിഗണിക്കാത്തത് പിഴവ്. സത്യം തെളിഞ്ഞുവെന്ന് PC ജോർജ്. കരുണ എസ്റ്റേറ്റിനെ വഴിവിട്ട് സഹായിക്കാനുള്ള ഉത്തരവിനെ ചൊല്ലി കോൺഗ്രസിൽ കലഹം. കരം പിരിക്കാനുള്ള ഉത്തരവ് പിൻവലിക്കില്ലെന്ന് അടൂർ പ്രകാശ്. നിയമപരമായ പിഴവുണ്ടോ എന്ന് പരിശോധിക്കും. ഉത്തരവിൽ സുധീരന് കടുത്ത അതൃപ്തി. ADMനെ മർദ്ദിച്ച കേസിൽ ES ബിജിമോളെ അറസ്റ്റ് ചെയ്യേണ്ട എന്ന പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളി. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടി വേണ്ടിവരുമെന്ന് കോടതി. പ്രതിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചത് ഉചിതമായില്ല. ബംഗാളിൽ തൃണമൂൽ മന്ത്രിമാരും നേതാക്കളും കോഴ ഇടപാടിൽ കുടുങ്ങി. മുകുൾ റോയ് അടക്കമുള്ള നേതാക്കൾ പണം വാങ്ങുന്ന ദൃശ്യം പുറത്ത്. ഒളിക്യാമറ ഓപ്പറേഷൻ നടത്തിയത് നാരദ വെബ്സൈറ്റ്. മമതാ സർക്കാരിന്റെ തനിനിറം കണ്ടുവെന്ന് ഇടതുമുന്നണി. UDFന്റെ സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടി. അധികം സീറ്റുകൾ വേണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യം കോൺഗ്രസ് തള്ളിയതോടെയാണ് സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായത്. കായംകുളം വേണമെന്ന JDUവിന്റെ കടുത്ത നിലപാടും കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടും കോൺഗ്രസ് നിരസിച്ചത് തുടർ ചർച്ചകൾ അനിശ്ചിതത്വത്തിലാക്കി. UDFിലെ സീറ്റ് വിഭജനം കടുത്ത പ്രതിസന്ധിയിലേക്കാണ് കടന്നത്. സീറ്റ് വിഭജനത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് കഴിയില്ലെന്ന് കോൺഗ്രസും ഘടകകക്ഷികളും നിലപാടെടുത്തതോടെയാണ് ചർച്ചകൾ വഴിമുട്ടിയത്. JDU, കേരള കോൺഗ്രസ് എം എന്നിവരുമായുള്ള ചർച്ചകൾ കീറാമുട്ടിയായി കഴിഞ്ഞു. നിയമത്തിന് പകരം കായംകുളം എന്ന ആവശ്യത്തിലേക്ക് JDU മാറിയെങ്കിലും സാമുദായിക സന്തുലിതാവസ്ഥ ഉണ്ടാകില്ലെന്ന കാരണം പറഞ്ഞ് കോൺഗ്രസ് ഇത് തള്ളി. കോവളം നൽകാനും കോൺഗ്രസ് തയ്യാറായിട്ടില്ല. എന്നാൽ നെന്മാറ വിട്ടുകൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. 15ലധികം സീറ്റുകളെന്ന ആവശ്യത്തിൽ കേരള കോൺഗ്രസ് എം കടുംപിടുത്തം തുടർന്നതോടെയാണ് ഈ ചർച്ചയും അലസിയത്. പൂഞ്ഞാറും കുട്ടനാടും തിരികെ വേണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം കേരള കോൺഗ്രസ് എമ്മും തള്ളിയിട്ടുണ്ട്. UDF മീറ്റിംഗ് കഴിഞ്ഞിട്ട് സീറ്റ് ചർച്ച തുടരും. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ കഴിയും. 5 സീറ്റുകൾ നൽകാമെന്ന നിലപാട് RSPയെ കോൺഗ്രസ് അറിയിച്ചിട്ടുണ്ട്. ആറ്റിങ്ങലോ ചിറയൻകീഴോ ആകും നൽകുക. RSPയും ഇക്കാര്യത്തിൽ തൃപ്തരല്ല. 8 സീറ്റ് ചോദിച്ചു. അതേ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അന്തിമമായ തീരുമാനമായില്ല. അതിനിടെ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പുമായുള്ള ചർച്ചയും എങ്ങും എത്തിയില്ല. അങ്കമാലിയുടെ കാര്യത്തിൽ കോൺഗ്രസ് ഒരു ഉറപ്പും ഇന്നും നൽകിയില്ല. ചർച്ച നടക്കുകയല്ലേ, അപ്പോൾ പിന്നെ തൃപ്തനാണോ? അല്ല, തീർച്ചയായിട്ടും ഒരു തൃപ്തിക്കുറവുമില്ല. അല്ല, ഞങ്ങൾ 4 സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ 4 സീറ്റിൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച പുരോഗമിക്കുന്നു. 16-ാം തീയതി വീണ്ടും ചർച്ച വെച്ചിരിക്കുന്നു. അങ്കമാലി സീറ്റിനെ ചൊല്ലി പരസ്യ പ്രതികരണം നടത്തിയ ജോണി നെല്ലൂരിനോട് കോൺഗ്രസ് നേതൃത്വം കടുത്ത അതൃപ്തി അറിയിച്ചു. RSPയുമായി 19-ന് മാത്രമേ ചർച്ച തുടരൂ എന്നിരിക്കെ UDFിലെ സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും ഇനിയും വൈകുമെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. G. ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിഷയത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ജോബ് മൈക്കിൾ, ജേക്കബ് ജോർജ് തുടങ്ങിയവരാണ് നമ്മോടൊപ്പം വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം അഡ്വക്കേറ്റ് ജയശങ്കർ, UDFിൽ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു കാർമേഘങ്ങൾ, സംഘർഷത്തിൻ്റെ അവസ്ഥ ഇത്തവണ ഇല്ല എന്ന് തോന്നുന്നുണ്ടോ? അതോ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം വരാത്തത് കൊണ്ടാണോ നമുക്കങ്ങനെ തോന്നുന്നത്? അല്ല, UDFിലും കോൺഗ്രസിലും സാധാരണയായിട്ട് ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കൂടുതലാണെന്നോ കുറവാണെന്നോ പറയാൻ കഴിയില്ല. ന്യായമായിട്ടുള്ള തർക്കങ്ങൾ അതെല്ലാ തവണയുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി മുന്നണിയാകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിരഭിപ്രായങ്ങളുണ്ടാവും. ഇതിനേക്കാൾ രൂക്ഷമായ എതിരഭിപ്രായങ്ങളുണ്ടായ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. AICC പ്രസിഡന്റ് ഒപ്പിട്ട് പാസ്സാക്കിയ ലിസ്റ്റ് കേരളത്തിൽ കൊണ്ടുവന്നതിന് ശേഷം അത് മാറ്റിയെഴുതിയ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തവണ കോൺഗ്രസ് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി സീറ്റ് വിഭജന ചർച്ചകളിൽ ഇടപെടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് അങ്കമാലിയിൽ കോൺഗ്രസ് നിന്നാലാണ് ജയിക്കുക, കൈപ്പത്തി കണ്ടാലേ ആളുകൾ വോട്ട് ചെയ്യൂ എന്നത് കണ്ട് ജോണി നെല്ലൂരിനെ മാറ്റി നിർത്തുന്നു. തിരുവമ്പാടിയിൽ ഏണിയേക്കാൾ നല്ലത് കൈപ്പത്തിയാണ് എന്ന നിലവാരത്തിലേക്ക് അവരെത്തുന്നു. പൂഞ്ഞാറ്റിൽ 2 വേണ്ട, കാരണം തൊട്ടടുത്ത മണ്ഡലമായ പാലായിൽ 2 മാണിസാറിന് കോൺഗ്രസ്സുകാരുടെ വോട്ട് കിട്ടാൻ പൂഞ്ഞാറ്റിലൊരു കൈപ്പത്തി നിൽക്കുന്നതാണ് നല്ലത് എന്ന സന്ദേശമാണ് അവർ മാണിസാറിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടനാട്ടിൽ ഡോക്ടർ KC ജോസഫിനേക്കാൾ നല്ലൊരു സ്ഥാനാർത്ഥിയില്ല. അപ്പോൾ കുട്ടനാട്ടിൽ കോൺഗ്രസ്സിന് അത് തിരിച്ചു വേണം എന്നൊരാവശ്യം. ഇത്തരത്തിലൊരു അർത്ഥപൂർണമായ വാദങ്ങൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ഘടകകക്ഷി. അല്ല, കോൺഗ്രസിൻ്റെ വാദത്തിലെ അർത്ഥം അവിടെ നിൽക്കട്ടെ. അതിനേക്കാൾ ഉപരിയായിട്ട് കോൺഗ്രസ് ഇത്തവണ ഘടകകക്ഷികൾക്ക് പഴയ പോലെ ഈൽഡ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഒരു തീരുമാനം കഴിഞ്ഞ തവണ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയൊക്കെ അവർക്ക് വലിയ പരിധി വരെ ഒതുക്കി നിർത്താൻ കഴിഞ്ഞത്. കേരള കോൺഗ്രസിന് അധികം സീറ്റ് കൊടുക്കില്ല എന്ന് കോൺഗ്രസ് ആദ്യമേ തീരുമാനിച്ചു. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല, കൊടുത്ത സീറ്റ് ഇപ്പോൾ എത്ര സീറ്റെങ്കിലും കൊടുക്കട്ടെ. ഈ കേരള കോൺഗ്രസിനൊക്കെ കൊടുത്തിട്ടുള്ള സീറ്റ് കൂടുതലാണ് സത്യത്തിൽ. കുട്ടനാട് സീറ്റ് തിരിച്ചു പിടിക്കാവുന്നത്.
അങ്കമാലി സീറ്റിൽ മറ്റ് ഘടകകക്ഷികൾ ആവശ്യം ഉന്നയിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. എനിക്കറിയാവുന്നത് നമ്മുടെ വീടിരിക്കുന്ന സ്ഥലം, അവിടെ മറ്റ് ഘടകകക്ഷികൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. കോൺഗ്രസ്സുകാർ തന്നെ മത്സരിക്കണം. കോൺഗ്രസ്സുകാർ തന്നെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ചാലേ ആ സീറ്റ് ജയിക്കുള്ളൂ. മത്സരിച്ചാൽ ജയിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. നല്ല സ്ഥാനാർത്ഥി ആയിരിക്കണം. നൂലുമ്മ കെട്ടിയാർക്കിയ സ്ഥാനാർത്ഥി ആയിരിക്കും. നല്ലൊരു കോൺഗ്രസ്സുകാരനെ അവിടെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിപ്പിച്ചാൽ ഉറപ്പായിട്ടും ജയിക്കും. ജാതി മതവും സമുദായം ഒന്നും നോക്കണ്ട, കോൺഗ്രസ്സുകാരനായിരിക്കണം. കോൺഗ്രസ്സുകാർ 4 ആൾ അംഗീകാരമുള്ള കോൺഗ്രസ്സുകാരനായിരിക്കണം, ഉറപ്പായിട്ട് ജയിക്കും. കത്തോലിക്കനോ യാക്കോബക്കാരനോ പെന്തിക്കോസുകാരനോ ആര് മത്സരിച്ചാലും ജയിക്കും. ആ മണ്ഡലം അത്ര ഒരു ഉറച്ച കോൺഗ്രസ് മണ്ഡലമാണ് അങ്കമാലി. 18,000 വോട്ട് KP ധനപാലിന് ലീഡ് കിട്ടിയ സ്ഥലമാണ്. അത് ഈസി ആയിട്ട് ജയിക്കാവുന്ന സീറ്റാണ്. പക്ഷേ അവിടെ കഴിഞ്ഞ തവണ 8,000 വോട്ടിന് ജോസ് തെറ്റെല്ലാം ജയിച്ചതെന്ന് ആലോചിക്കണം. അതെങ്ങനെ ജയിച്ചു? വളരെ സിമ്പിളല്ലേ. 2 തവണയായി ജയിക്കുകയാണ്. അത് ആദ്യത്തെ തവണ പിന്നെ അന്നത്തെ MLA യോടുള്ള ആളുകളുടെ ഒരു എതിരഭിപ്രായം വിപ്രതിപത്തി. 15 കൊല്ലം MLA ആയിരുന്ന ആളോട് സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് തോന്നുന്ന ഒരു കോൺഗ്രസ് ഈ ഘടകകക്ഷികളോടൊക്കെ ഇങ്ങനെ ഒരു നിങ്ങൾ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ എന്ന നിലയിലുള്ള സംഭാഷണം നടത്തുന്നതിനോടൊപ്പം തന്നെ അതിരൂപകളെ വലിയ തോതിൽ, അതിരൂപതകൾ മാത്രമായിരിക്കില്ലല്ലോ SNDP യോഗത്തിന്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ക്യാബിനറ്റ് നിർദ്ദേശങ്ങളിലെല്ലാം നാം കാണുന്നത് SNDP യോഗത്തിന് കൊടുക്കേണ്ടത് കൊടുക്കുന്നു, NSSന് കൊടുക്കേണ്ടത് കൊടുക്കുന്നു, മറ്റ് ഗ്രൂപ്പുകൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നു, ഇതെല്ലാം കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരെയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ UDF ശ്രമിക്കുന്നുണ്ട്, വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ. തീർച്ചയായിട്ടും അത് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തെ അഭിനന്ദിക്കുന്നു. കാരണം സംസ്ഥാന സെക്രട്ടറി എത്ര സീറ്റുകളാണ് നിങ്ങൾ തേടുന്നത്? ഞങ്ങൾ 8 സീറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ അത് അക്കാര്യത്തിൽ ഒരു വ്യക്തത തരാൻ കഴിഞ്ഞോ UDF നേതൃത്വത്തിന്? UDF നേതൃത്വം 5 സീറ്റ് വരെ വന്നിട്ടുണ്ട്. ഞങ്ങള് 5 സീറ്റ് പോരാ, ഞങ്ങൾക്ക് 8 സീറ്റ് തന്നെ വേണം എന്ന വാദഗതി ഉന്നയിച്ചു. 5 തരാമെന്ന് അവർ പറഞ്ഞല്ലോ. പക്ഷെ അത് ഏതൊക്കെ? അതൊന്നും ഇപ്പൊ പറയാൻ നിർവാഹമില്ല. അല്ല, എങ്കിൽ പോലും നിങ്ങളുടെ സിറ്റിംഗ് സീറ്റുകൾ എന്തായാലും ഉറപ്പിച്ചിട്ടുണ്ടോ? സിറ്റിംഗ് സീറ്റ് ഉറപ്പിച്ചു. ഇരവിപുരം മുസ്ലിം ലീഗ്, ഇരവിപുരം, ചവറ, കുന്നത്തൂർ MLA വിട്ടുപോയെങ്കിൽ തന്നെയും RSPക്ക് തന്നെ നൽകാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇരവിപുരത്തിന് ലീഗ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടല്ലോ. കാരണം അവർ തോൽക്കുന്നതാണെങ്കിൽ പോലും അവർ എപ്പോഴും മത്സരിക്കുന്ന സീറ്റാണ്. അത് ഒഴിഞ്ഞു പോയോ? അത് UDFന്റെ ഉന്നതാധികാര സമിതി തീരുമാനിക്കേണ്ടതാണ്. നയപരമായി ജയിച്ച സീറ്റുകളെല്ലാം അവരവർക്ക് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇരവിപുരത്തിന് പകരം കരുനാഗപ്പള്ളി കൊണ്ട് തൃപ്തിപ്പെടുമോ മുസ്ലിം ലീഗ്? അറിയില്ല. അവര് ഏത് സീറ്റാ ചോദിച്ചതെന്നും അറിയില്ല. എന്തായാലും RSP പ്രതീക്ഷിക്കുന്നതും 5 സീറ്റ് തന്നെയാണ്. 8 ചോദിച്ചു എങ്കിൽ പോലും 5 തരാമെന്ന് പറഞ്ഞിരിക്കുന്നു. 5 അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് തീരുമായിരുന്നല്ലോ, തീർന്നില്ലല്ലോ. ശരി, അപ്പൊ ഒന്ന് സീറ്റുകളൊന്നും എടുക്കുക. പ്രതീക്ഷിക്കുന്നത് 5 സീറ്റ് അല്ല, 8 സീറ്റ് ചോദിച്ച് ഞങ്ങൾക്ക് കുറഞ്ഞത് 8നോട് അടുത്തെങ്കിലും വേണം. ഞാൻ ചോദിച്ചോട്ടെ, ഇരവിപുരം, പിന്നെ ഷിബുവിന്റെ സീറ്റ്, കുന്നത്തൂർ, ഇങ്ങനെ 3 സീറ്റുകളായി. ബാക്കി 2 സീറ്റുകൾ ഏതൊക്കെയാണ്? തീരുമാനിച്ചില്ല. പല സീറ്റുകളും ചോദിച്ചിട്ടുണ്ട്. അതില് ചോയ്സ് ഇട്ട് അവർ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ന് 2 ദിവസമായിട്ട്. മറ്റ് കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന സീറ്റ് തന്നെ ആയിരിക്കും അവരുമൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നീണ്ടുപോകുന്നത്. സീറ്റുകളെ സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അല്ല, എങ്കിൽ പോലും 5 സീറ്റുകളെന്നോ 8 സീറ്റുകളെന്നോ പറയുമ്പോൾ നമ്മൾ ഒരു പ്രോബബിൾ ലിസ്റ്റ് കൊടുക്കുമല്ലോ. ഇന്ന സീറ്റുകളാണ് ബ്രാക്കറ്റ് ഇട്ടെങ്കിൽ പോലും നമുക്ക് വേണ്ടത് എന്ന നിലയിൽ അതേതൊക്കെയാണ്? അത് ഞങ്ങൾ ചോദിച്ചത് ഈ 3 സീറ്റുകൾക്ക് പുറമെ ഞങ്ങൾ ചോദിച്ചത് ആലപ്പുഴ ജില്ലയിൽ ഒരു സീറ്റ്, പത്തനംതിട്ട ജില്ലയിൽ ഒരു സീറ്റ്, അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ അധികമായ ഒരു സീറ്റ്, തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾക്ക് അരുവിക്കര വിട്ടുകൊടുത്തതിന് പകരം ഒരു സീറ്റ്, മലബാറിലൊരു സീറ്റ്. ഇങ്ങനെയാണ് 8 സീറ്റ് ഞങ്ങൾ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ഇരവിപുരം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ഇരവിപുരത്ത് ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞല്ലോ. അവിടെ ലീഗിന്റെ പ്രാദേശിക ഘടകം ചില എതിർപ്പുകൾ ഇപ്പോഴും ഉയർത്തുന്നുണ്ടോ? അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ലീഗിന്റെ നേതൃത്വം അത് ഏറ്റെടുക്കുമല്ലോ സ്വാഭാവികമായിട്ട്. UDFല് ഒരു ഘടകകക്ഷിയല്ലേ അവരും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ വർഗീസ് ജോർജ്, JDUവിന് 7 സീറ്റ് നൽകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേതൊക്കെ? നികേഷ്, ഇത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 7 സീറ്റാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് 6 സീറ്റ് അന്ന് ഞങ്ങൾ മത്സരിച്ചിരുന്നു. 1 സീറ്റ്
പരേതനായ സഖാവ് MVR മത്സരിക്കാനായിട്ട് ഞങ്ങൾ വിട്ടുകൊടുത്താണ്. അങ്ങനെ 7 സീറ്റ് ഞങ്ങളുടെ കണക്കിലുണ്ട്. ആ 7 സീറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മട്ടന്നൂര്, എലത്തൂര്, നേമം, നെന്മാറ, വടകര, കൂത്തുപറമ്പ്, കൽപ്പറ്റ, ഇത്രയും 7 സീറ്റുകളാണ്. ഇതില് ചില സീറ്റുകൾ ഒന്ന് മാറ്റി തരണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മട്ടന്നൂർ മാറ്റി കായംകുളം വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നേമം മാറ്റിയിട്ട് വാമനപുരമോ കോളമോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് സംബന്ധിച്ച് കോൺഗ്രസിന്റെ ലീഡർഷിപ്പിൽ നിന്ന് ഒരു കമ്മിറ്റ്മെന്റ് തന്നിട്ടില്ല. നാളെ രാവിലെ 10 മണിക്ക് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. എന്തായാലും കൽപ്പറ്റ അതുപോലെ കൂത്തുപറമ്പ് ഈ 2 സീറ്റുകളുമാണ് ഇപ്പോ അതെ നമ്മുടെ കയ്യിലുള്ളത്. സിറ്റിംഗ് സീറ്റായിട്ട്. ഈ നേമം സീറ്റ് വേണ്ട എന്ന് പറയാൻ എന്താണ് കാരണം? നേമം സീറ്റ് നികേഷ്, പോളിറ്റിക്സ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അവിടെ ടാക്ടിക്കൽ വോട്ടിംഗ് നടക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് പലപ്പോഴും UDF അവിടെ 3ാം സ്ഥാനത്ത് പോയിട്ടുണ്ട്. ഞങ്ങള് എലത്തൂര് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട്, പിന്നെ ഒരു സീറ്റ് ഞങ്ങൾക്ക് മത്സരിക്കാൻ തന്നത് ഇങ്ങനെ തിരുവിതാംകൂറിലെ നേമത്താണ്. അതുകൊണ്ട് നേമത്ത് കോൺഗ്രസ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുന്ന ഏക ഘടകകക്ഷി ഞങ്ങളാണ്. ഞങ്ങൾ പലതവണ വിജയിച്ചിട്ടുള്ള കോവളമോ അതുപോലുള്ള ഒരു മണ്ഡലവും തന്നെ വേണം. എപ്പോഴും 3ാം സ്ഥാനത്ത് പോകുന്ന ഒരു സീറ്റ് എന്തിനാണ് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്? തോക്കുന്ന സീറ്റുകൾ തന്നെ ജനതാദൾ മത്സരിക്കണം എന്നുള്ള ഒരു താല്പര്യം ഞങ്ങൾ അതിന് വഴങ്ങത്തില്ല. യഥാർത്ഥത്തിൽ ഈ സീറ്റ് വിഭജന ചർച്ച നോക്കിയാൽ തന്നെ ഏതൊക്കെ സീറ്റുകളിൽ ആർക്കൊക്കെ ഒപ്പമാണ് എന്നെ സംബന്ധിച്ചൊരു വ്യക്തത വരുമല്ലേ? എങ്ങനെയാണ് നികേഷ്? ഈ സീറ്റ് വിഭജന ചർച്ച നോക്കിയാൽ ഇപ്പം നമുക്ക് ഈ സീറ്റ് വേണ്ട എന്ന് പറയുമ്പോൾ ആ സീറ്റ് ജയിക്കില്ല എന്നുറപ്പാണല്ലോ. അതെ. ഇവിടെ മറ്റൊന്ന് കായംകുളത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് അങ്ങനെ വഴങ്ങാൻ സാധ്യതയില്ല. കാരണം പിടിച്ചാൽ കിട്ടുന്ന ഒരു മണ്ഡലമാണ്, വളരെ സ്ട്രാറ്റജിക്കലായ ഒരു മണ്ഡലമാണ്. കായംകുളം സംബന്ധിച്ച് എന്തിനാണ് ഇത്ര വാശി പിടിക്കുന്നത് JDU? നികേഷ്, പലതവണ കായംകുളം വിജയ കുഞ്ഞുസാഹിബിന്റെ കാലം തൊട്ട് നമ്മൾ ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലമാണ്. കോൺഗ്രസിന്റെ സ്നേഹിതന്മാര് കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ തോറ്റുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് തോറ്റ ഒരു സീറ്റാണ് നമ്മൾ ചോദിച്ചത്. മാത്രമല്ല, ഞങ്ങൾക്ക് എലത്തൂര് കഴിഞ്ഞാൽ പിന്നെ നിയമത്തിനിടയിൽ ട്രാവൻകൂറിൽ നമുക്ക് സീറ്റില്ല. അപ്പൊ അവിടെയുള്ള പാർട്ടിയെ നമുക്ക് നിലനിർത്തണമെങ്കിൽ തിരുക്കൊച്ചിയിൽ നമുക്ക് സീറ്റ് വേണം. അങ്ങനെ ചോദിച്ചൊരു സീറ്റാണ് കായംകുളം സീറ്റ്. അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് JDUവിൻ്റെ മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ അതിനെ പ്രതിരോധിക്കും? ഉദാഹരണത്തിന് കൂത്തുപറമ്പ് കഴിഞ്ഞ തവണത്തേതുപോലെ എളുപ്പമായിരിക്കില്ല ഇത്തവണ. CPM തന്നെ ആ സീറ്റ് എടുത്ത് മത്സരിക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ നമ്മുടെ മുന്നിലുണ്ട്. കൽപ്പറ്റ ശ്രേയാംസ് കുമാർ കംഫർട്ടബിളായി ജയിക്കുന്ന മണ്ഡലമാണ്. പക്ഷേ വയനാട് ജില്ലാ സെക്രട്ടറി നേരിട്ട് മത്സരിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന്റെ ജനപ്രീതി താങ്കൾക്ക് അറിയാവുന്നതുമാണ്. അപ്പോൾ ഈ ജയിച്ച 2 സീറ്റുകളിൽ പോലും ശക്തമായ മത്സരം വരാൻ പോവുകയാണ്. ശക്തമായ മത്സരം ഉണ്ടാവും എല്ലാ സ്ഥലങ്ങളിലും. പക്ഷേ കൽപ്പറ്റ ഒരു എസ്റ്റാബ്ലിഷ്ഡ് UDF സീറ്റാണ്. അതുപോലെ തന്നെ കൂത്തുപറമ്പിന്റെ കാര്യത്തിലും ഞങ്ങളുടെ മിനിസ്റ്റർ ശ്രീ KP മോഹനൻ നല്ല ആത്മവിശ്വാസമാണ് പാർട്ടി കമ്മിറ്റി പറഞ്ഞത്. ഒരു കംഫർട്ടബിൾ ലീഡിൽ നമുക്ക് അവിടെ വിജയിക്കാൻ സാധിക്കും. വടകരയിൽ കഴിഞ്ഞ തവണ പാർട്ടിയിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടത്. പക്ഷേ വടകരയിൽ കഴിഞ്ഞ മുനിസിപ്പൽ ഇലക്ഷൻസിൽ ഞങ്ങൾക്ക് നല്ല ലീഡ് നേടിയെടുക്കാൻ സാധിക്കും. ഇത്തവണ വടകരയുണ്ടോ? വടകരയുണ്ട്. മനയത്ത് ചന്ദ്രന് വേണ്ടി സ്ഥാനാർത്ഥി തീരുമാനിച്ചിട്ടില്ല. ഡോക്ടർ വർഗീസ് ജോർജ് മത്സരിക്കുന്നില്ലേ ഇത്തവണയും? ഇല്ല നികേഷ്, മത്സരിക്കുന്നില്ല. ചർച്ചയ്ക്ക് ഒരാളുണ്ടാവില്ല. ജയശങ്കറാണ്, ഞാൻ പറഞ്ഞല്ല. ദയവായി തുടരുക. ജോബ് മൈക്കിൾ, എന്ത് കാരണത്താലാണ് നിങ്ങൾ 15 സീറ്റിൽ നിന്ന് 18 സീറ്റായി ഉയർത്തുന്നത് വാദഗതി? നിങ്ങൾ ഇതിനകം ചുരുങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്. എത്ര നേതാക്കളാണ് പാർട്ടി വിട്ടു പോയിട്ടുള്ളത്? ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് J ഗ്രൂപ്പ് അങ്ങനെ പടലോടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. നികേഷ്, കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾക്ക് 15 സീറ്റ് പോരാ, അത് കൂടുതൽ ഞങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ് ഉണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം UDF 15 സീറ്റ് തന്നെ ഞങ്ങളെ ഒതുക്കി. ഇപ്രാവശ്യം ഞങ്ങൾ 3 സീറ്റോട് അധികം ചോദിച്ചു, 18 ചോദിച്ചിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്,
പാർട്ടിയുടെ ശക്തിക്കനുസൃതമായി കഴിഞ്ഞ പ്രാവശ്യം സീറ്റ് അല്ല ജോബ് മൈക്കിൾ 15-ൽ നിന്ന് 18 സീറ്റായി ഉയർത്തണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എം UDF-ന് മുന്നിൽ വെച്ചിട്ടുള്ള നിർദ്ദേശം. അതോടൊപ്പം തന്നെ നിങ്ങൾ പറയുന്നു മലബാറിൽ തോക്കുന്ന 3 സീറ്റ് കോൺഗ്രസ് എടുത്ത് തിരുവമ്പാടി നൽകണം എന്ന്, അല്ലെങ്കിൽ തിരുവമ്പാടി പോലെ ജയിക്കുന്ന മറ്റൊരു സീറ്റ് നൽകണമെന്ന്. ഇത് രണ്ടും ചേർന്ന് പോകുന്നില്ലല്ലോ. അല്ല, അത് ഒരു ഘടകകക്ഷി ഉഭയകക്ഷി ചർച്ചയിൽ പല ഡിമാൻഡ് നമ്മൾ വെക്കും, പല ഇക്വേഷൻസ് നോക്കും. പല ഇക്വേഷൻസ് നോക്കുമ്പോൾ അതിലൊരു ഇക്വേഷനാണ് ഇപ്പം നികേഷ് പറഞ്ഞത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം 15 സീറ്റ് തന്നപ്പം തന്നെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധം പറഞ്ഞതാണ്. ഞങ്ങളുടെ ശക്തിക്കനുസരിച്ച്, ഐക്യ കേരള കോൺഗ്രസിൻ്റെ ശക്തിക്കനുസരിച്ച് ഒരു സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ സീറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 15 തന്നു. ആ 15 ഞങ്ങൾ ജയിച്ചത് പെർസെൻറ്റേജ് വെച്ച് നോക്കിക്കോ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 9 ജയിച്ചു. ബാക്കി തോറ്റ സീറ്റുകളെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പം ഈ കോൺഗ്രസ് പാർട്ടി കൂടുതൽ സീറ്റ് എടുത്തു, അവരെ ജയിച്ച പെർസെൻറ്റേജ് നമുക്കറിയാം. പിന്നെ ആർഎസ്ഉള്ള സാറിൻ്റെ ഗ്രൂപ്പ് പോയി, അങ്ങനെ 2-3 JSS പോയി, CMP പോയി, ഇങ്ങനെ പല കക്ഷികൾ പോയപ്പോൾ വന്ന മിച്ചം സീറ്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജും കേരള കോൺഗ്രസ് പാർട്ടിക്ക് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 18 3 കൂടുതൽ ചോദിച്ചു, 18 വേണമെന്ന് ഞങ്ങൾ പറയുന്നു. യഥാർത്ഥത്തിൽ അതൊരു ന്യായമായ ആവശ്യമാണ്. മലബാറിൽ കേരള കോൺഗ്രസ് മലയോര മേഖലകളിൽ ഉണ്ട്. ആ പാർട്ടിക്ക് ഒരു ജയിക്കുന്ന സീറ്റ് അവിടെ എവിടെയെങ്കിലും വേണം. ഈ 3 സീറ്റ് തോക്കുന്നിടത്ത് യഥാർത്ഥത്തിൽ ഈ തളിപ്പറമ്പ് അടക്കമുള്ള അല്ല, തളിപ്പറമ്പ് വേണമെങ്കിൽ മുസ്ലിം ലീഗിന് ഇട്ടാൽ ഫൈറ്റ് ചെയ്യാവുന്ന സീറ്റാണ്. തളിപ്പറമ്പ് പോലുള്ള നിരവധി സീറ്റുകൾ അത് കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കും, അവിടെ ഒരു ഫൈറ്റ് ഇല്ലാതാക്കും. യഥാർത്ഥത്തിൽ ഈ ചെറു ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്തുന്ന തീരുമാനം മുന്നണി നേതൃത്വം എടുക്കുന്നത് യഥാർത്ഥത്തിൽ അവിടെ മത്സരം കൊടുക്കാവുന്ന രംഗത്ത് മത്സരം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയാണ്, അത് പലപ്പോഴും ശരിയാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മത്സരിച്ചാൽ നല്ലൊരു ഫൈറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പല മണ്ഡലങ്ങളും ഇതുപോലെ ജേക്കബ് ഗ്രൂപ്പിന്, ജോസഫ് ഗ്രൂപ്പിന്, മണി ഗ്രൂപ്പിനൊക്കെ കൊടുത്ത് അവർക്ക് ഒരു കാരണവശാലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥിതി. പേരാമ്പ്ര മണ്ഡലം പേരാമ്പ്രയിൽ എത്രയോ തവണയായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 1977 പേരാമ്പ്രയിൽ മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഡോക്ടർ KC ജോസഫ് ജയിച്ചിട്ടുണ്ടെന്നാണ് ഏകന്യായം. അതിനുശേഷം ഒരു KT മത്തായി എന്ന് പറഞ്ഞ ഒരു ചങ്ങാതി എത്രയോ തവണ മത്സരിച്ചു. എല്ലാ തവണയും അദ്ദേഹം മത്സരിക്കും, എല്ലാ തവണയും അദ്ദേഹം തോക്കും. അദ്ദേഹം തോൽക്കാനായി ജനിച്ചവൻ എന്ന് ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ല. സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്ന ഒരാൾ. അതുപോലെ എത്രയോ സീറ്റുകൾ ഇങ്ങനെ നാനാവിധമാക്കി കളയും. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അത് സത്യത്തിൽ അവരോട് തന്നെ ചോദിക്കണം. തരൂർ സീറ്റ് കേരള കോൺഗ്രസ് ജേക്കബ്, അതെ, തരൂർ അവിടെ പോയിട്ട് ഈ കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് എന്താണെന്ന് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ. എന്നിട്ട് വേണ്ടേ തരൂർ എവിടെയാണ് കിടക്കുന്നത്, സീറ്റ് എവിടെയാണ് കിടക്കുന്നത്, പാർട്ടി എവിടെയാണ് കിടക്കുന്നത്. പാർട്ടി മുളന്തുരുത്തിക്ക് അപ്പുറം തിരുമാറാടി പഞ്ചായത്തിലും അതിനപ്പുറത്ത് പിറവം പഞ്ചായത്തിലും മാത്രമുള്ളൊരു പാർട്ടിയാണ്. അവർ തരൂർ പോയി മത്സരിക്കും. ഈ സ്ഥാനാർത്ഥി വടക്ക് നോക്കി യന്ത്രമായിട്ട് പോകേണ്ടി വരും സീറ്റ് കണ്ടുപിടിക്കാനായിട്ട്. അതൊന്നും യാതൊരു ലോജിക്കും. UDF-ൽ നിങ്ങൾ UDF-ൽ വന്നിട്ട് അധിക കാലമായില്ലല്ലോ, എങ്കിൽ പോലും LDF-ൻ്റെ സീറ്റ് വിഭജന ചർച്ചയുടെ അത്ര സുഖം UDF-ൽ ഉണ്ടോ അതോ മെച്ചമാണോ? ഷിയാസിസ് ഡോക്ടർ വർഗീസ് ജോർജ് ഉണ്ടോ? ലൈനിലുണ്ട്. എവിടെയാണ് സുഖം കൂടുതൽ? മികച്ച അതിനകത്ത് UDF-ല് വന്നപ്പോ ഉള്ള ഒരു ഇഷ്യൂ, ഇപ്പൊ JDU നേരിടുന്നത് കേരളത്തില് ഏറ്റവും ദുർഘടം പിടിച്ച ജയിക്കാൻ പ്രയാസമുള്ള സീറ്റുകളാണ് തന്നിരിക്കുന്നത്. അതൊരു പുതിയ അനുഭവമാണ്. LDF-ല് നമുക്കൊരു 5 MLA-മാരിൽ ഒരിക്കലും കുറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത്തവണ 2 MLA-മാരായിട്ട് ചുരുങ്ങിപ്പോയി. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം ജയിക്കുന്ന പട്ടന്നൂര്, എലത്തൂര്, നേമം, നെന്മാറ ഈ സീറ്റുകളൊക്കെ ചെറുതാതിൽ മത്സരിക്കണമെന്നാണ് അവര് നേരത്തെ തീരുമാനിച്ചു. അതുകൊണ്ട് തീരെ വിജയസാധ്യതയില്ലാത്ത സീറ്റുകളാണ് ഞങ്ങൾക്ക് തരുന്നതെന്നുള്ള ഒരു പ്രയാസം ഞങ്ങളുടെ എല്ലാ. അതാണ് ഞാൻ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറുമായി ചർച്ച ചെയ്തത്. അതായിരുന്നു പല ഘടകകക്ഷികളെയും കൊണ്ട് കെട്ടിയിറക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ആ ഘടകകക്ഷിയുടെ ഒരു ചെറിയ യൂണിറ്റ് പോലും ഇല്ലാത്ത മണ്ഡലങ്ങളിലാണ് കെട്ടിയിറക്കുന്നത്. അതോടുകൂടി എതിരാളികൾക്ക് വലിയ തോതിൽ വിജയം അവിടെ ലഭിക്കുകയും ചെയ്യുന്നു. ഈ പ്രശ്നം LDF-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം CPM ഇനി ഏത് ഘടകകക്ഷി വന്നാലും അത് ഏറ്റെടുത്തോളും, ആ പാർട്ടി ഏറ്റെടുത്തോളും. സമാനമായ സ്ഥിതിവിശേഷം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് നെന്മാറയുടെ കാര്യത്തിലായാൽ നെന്മാറ അവിടെ
വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഉണ്ടായിരുന്നു, പക്ഷേ മറുകണ്ഠം ചാടിയതുകൊണ്ട് നിങ്ങൾ എന്തായാലും ആ സീറ്റ് ഇനി എടുക്കാൻ പോകുന്നില്ല അല്ലേ? അതെ അതെ. അപ്പോൾ പിന്നെ ഏതൊക്കെയാണ് നെന്മാറയ്ക്ക് പകരം വേറെ ഏതാണ്? നികേഷ്, ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത് കോൺഗ്രസ് പരാജയപ്പെട്ടതും എന്നാൽ ജനതാദൾ പലതവണ വിജയിച്ചിട്ടുള്ളതും മത്സരിച്ചിട്ടുള്ളതുമായ ചാലക്കുടി, അതുപോലെ പെരുമ്പാവൂര്. ഇതൊക്കെ പക്ക കോൺഗ്രസ് സീറ്റുകളാണ്. അല്ല, കോൺഗ്രസ് തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റ് ആണ്. അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ചാലക്കുടി എന്ന് പറയുന്നത് മുടിഞ്ഞ കോൺഗ്രസ് സീറ്റാണെന്നാണ് ജയശങ്കർ പറയുന്നത്. അല്ല നികേഷ്, ചാലക്കുടി എത്രയോ തവണ മിസ്റ്റർ ജോർജ് ജയിക്കുകയും തോക്കുകയും ചെയ്ത സ്ഥലങ്ങളാണ്. ഞങ്ങൾ അത്തരം സീറ്റുകളാണ് ചോദിച്ചിട്ടുള്ളത്. പാർട്ടിക്ക് നല്ലൊരു സോഷ്യൽ ബേസ് ഉള്ള സ്ഥലങ്ങൾ മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഉദാഹരണത്തിന് എലത്തൂര് മാറ്റി ഞങ്ങളിപ്പം ചോദിച്ചിട്ടുള്ളൂ നിങ്ങൾ കുന്നമംഗലം താ, അല്ലെങ്കിൽ പേരാമ്പ്രത. ഇതുപോലെ പാർട്ടിയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരം താ. നികേഷ് പറഞ്ഞത് ശരിയാണ്. തീരെ ദുർബലമായ സ്ഥലങ്ങളിൽ കൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥികളെ ഇട്ടിട്ട് ആർക്കെന്ത് പ്രയോജനം? ഞങ്ങൾക്ക് മലബാറിലെ ഒരു 18, അത് ജയശങ്കറിനും അറിയാം, 18-20 സീറ്റുകളിൽ അന്ന് LDFിലുള്ളപ്പോൾ CPM കഴിഞ്ഞ സെക്കൻഡ് പാർട്ടിയാണ്. ഇപ്പോൾ മലബാറിൽ UDFനെ സഹായിക്കണമെങ്കിൽ അത്തരം സീറ്റുകളിൽ മത്സരിക്കണം. ജനതാദൾ സെക്യുലറുമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ JDU ആണ് ജനതാദൾ സെക്യുലറിനേക്കാളും വലിയൊരു പാർട്ടി എന്നുള്ളതാണല്ലോ നിങ്ങളുടെ അവകാശവാദം. പക്ഷെ നിയമസഭാ സീറ്റ് വീതം വെക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് തോക്കുന്ന സീറ്റുകൾ നൽകുകയും നിങ്ങൾ 2 പേര് മാത്രമായി നിയമസഭയിൽ ഒടുങ്ങുകയും ചെയ്യുന്നു. അതേസമയം ജനതാദൾ സെക്യുലറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന 5-6 സീറ്റുകളിൽ അവർക്ക് 4-5 സീറ്റുകൾ ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്നു, പ്രത്യേകിച്ച് LDFിൻ്റെ ഒരു കെട്ടുറപ്പ് കൊണ്ട്. ഈ ഒരു ദുരവസ്ഥ UDF നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുന്നില്ലേ? UDFിന്റെ അറിയാം, UDFിന്റെ ലീഡർഷിപ്പ് തന്നെ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ അന്ന് റിപ്പോർട്ടർ TV ഇറങ്ങി വന്നപ്പം എന്നോട് MI ശ്രീനിവാസ് തന്നെ പറഞ്ഞു, ഈ ഇലക്ഷനിൽ നിങ്ങളോട് നീതി കാണിക്കാനൊന്നും ഞങ്ങൾക്ക് സാധിച്ചില്ലെന്ന് പറഞ്ഞു. അത് യഥാർത്ഥമായിട്ടാണ് പറയുന്നതെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കുറെ കൂടെ വിജയസാധ്യത വേണ്ട, മത്സര സാധ്യതയുള്ള സീറ്റുകൾ തന്നാൽ മതി. ഇപ്പോൾ വേണമെങ്കിൽ തിരുവല്ല തരാമല്ലോ ഡോക്ടർ വർഗീസ് ജോർജ്. ഞാൻ താങ്കൾ മത്സരിക്കാൻ വേണ്ടി പറയല്ല, പക്ഷേ എങ്കിൽ പോലും തിരുവല്ല നിങ്ങൾക്ക് അവിടെ സ്വാധീനമുള്ള, പരമ്പരാഗതമായി സ്വാധീനമുള്ളതാണ്. 2 പാർട്ടികളായെങ്കിൽ തന്നെയും JDUവിന് നല്ല സാന്നിധ്യമുണ്ട്. നിങ്ങൾക്ക് ഒരു അഭിമാന പോരാട്ടമായി മാത്യു ടി തോമസിനെ നേരിടാനാകുമായിരുന്നു. അതൊന്നും തരുന്നതിനെക്കുറിച്ചൊരു ചർച്ചയ്ക്ക് പോലും UDF തയ്യാറാകുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ട്? ഇത് നികേഷ്, ഞങ്ങൾ തിരുവല്ല ചോദിച്ചില്ല. കാരണം പത്തനംതിട്ട ജില്ലയിൽ സെൻസസും കഴിഞ്ഞ ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞു പോയതുകൊണ്ട് 8 അസംബ്ലി മണ്ഡലങ്ങൾ 5ആയിട്ട് ചുരുങ്ങിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ അത്തരം സീറ്റുകൾ കോൺഗ്രസിന് മത്സരിക്കാൻ കുറെ കൂടെ സീറ്റുകൾ വേണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ 5 മണ്ഡലമുള്ള ഒരു ജില്ലയിലൊന്നും ഞങ്ങൾ അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ കുറെ കൂടെ പരമ്പരാഗതമായിട്ട് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ശ്രീ ജോബ് മൈക്കിൾ, തിരുവല്ല നിങ്ങൾ ചോദിക്കുന്ന മണ്ഡലമാണ്. അപ്പോൾ മറ്റ് ഘടകകക്ഷികൾക്ക് അത് കൊടുക്കുന്നതിനെക്കുറിച്ചൊരു ചർച്ച പോലും നിങ്ങൾ അനുവദിക്കാനിടയില്ല. പ്രതീക്ഷ എത്ര സീറ്റുകളാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ധാരണ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നൊരു പുതിയ പാർട്ടി ഉണ്ടാകുമ്പോൾ, ശരിയാണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരുന്നു ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിൽ ലയിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും നിങ്ങൾ അനുഭവിച്ചു കൊള്ളണം എന്ന്. അനുഭവിക്കാൻ 5 വർഷം മാത്രമേ തയ്യാറുണ്ടായിരുന്നുള്ളൂ ജോസഫ് ഗ്രൂപ്പ് നേതാക്കൾ. അത് കഴിഞ്ഞതിന് ശേഷം ഇനിയും അനുഭവിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ പാർട്ടി വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. PC ജോർജ് ഇല്ല, ജോസഫ് ഗ്രൂപ്പിൻ്റെ 2ാം നിര നേതാക്കൾ ആകെ തന്നെ ഇല്ല. പാർട്ടി വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായും 15 സീറ്റോ അല്ലെങ്കിൽ അതിൽ തന്നെ വലിയ തോതിൽ ഒരുപക്ഷെ മാണി സാറിന് തന്നെ വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാകുന്ന വിധത്തിൽ പൂഞ്ഞാറു കൂടി അവിടെ നിൽക്കുന്നു എന്നുള്ളത് പോലുള്ള സീറ്റുകൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ള ഒരു നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ അതുപോലല്ലോ ഈ പറയുന്ന പാർട്ടികളും ഒക്കെ ആയി തന്നെയും കോൺഗ്രസിന് ധാരണയെത്തേണ്ടതുണ്ട്. എത്രത്തോളം വിട്ടുവീഴ്ചയ്ക്ക് മാണി ഗ്രൂപ്പ് തയ്യാറാകും? നികേഷ്, കഴിഞ്ഞ പ്രാവശ്യം കേരള കോൺഗ്രസ് പാർട്ടി ലയിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞ എന്താ, ഇതിൻ്റെ ഗുണവും ദോഷവും മാണി സാറ് തന്നെ അനുഭവിച്ചോണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഒരു കൊഴിഞ്ഞുപോക്കും നടന്നിട്ടില്ല. പാർട്ടിയിൽ നിന്ന് 3, 4, 5 പേര് അത് അവർ പാർട്ടി വിട്ട് പോയാൽ അതിൻ്റെ അർത്ഥം പാർട്ടിയിൽ നിന്ന് ജനങ്ങൾ പോയെന്നല്ല. കേരള കോൺഗ്രസ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ ബഹുമാനപ്പെട്ട മാണി സാറിൻ്റെയും
ബഹുമാനപ്പെട്ട പി ജെ സാറിൻ്റെ നേതൃത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലും മദ്യലോബിയുടെ സഹായത്തോടെ അല്ല ഏതെങ്കിലും മദ്യലോബികളോട് കൂടി ആലോചിച്ച് കേരള കോൺഗ്രസ് പാർട്ടിയെ ശിഥിലമാക്കാൻ വേണ്ടി 2 or 3 പേര് ശ്രമിച്ചാൽ ഈ പാർട്ടിക്ക് മാണിസാറിൻ്റെ ഭാഷയെ പറഞ്ഞാൽ ഒരു ചുക്കും സംഭവിക്കത്തില്ല. ഇവിടെ പാർട്ടി ശക്തമായി 14 ജില്ലയിലും 14 കമ്മിറ്റികളും ശക്തമായി പ്രവർത്തിക്കും. നിയോജകമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കും, മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കും, പഞ്ചായത്ത് വാർഡുകളിൽ പ്രവർത്തിക്കും. ഞങ്ങൾക്ക് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ തിളക്കമാർന്ന വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇടുക്കിയിലെങ്ങാണ്ട് ഒരു മെമ്പർ രാജിവെച്ച് പോയെന്നാണ് പറയുന്നത്. വേറെ ഒരു ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ പോലും ഇതുവരെ രാജിവെക്കുകയോ പാർട്ടി വിട്ടു പോവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പാർട്ടിക്ക് യാതൊരു ക്ഷീണവും വന്നിട്ടില്ല. ഇവിടെ മദ്യലോബിയോട് കൂടി ചേർന്നുകൊണ്ട് അവരുടെ സഹായത്തോടു കൂടി പാർട്ടിയെ എന്തെങ്കിലും രീതിയിൽ ക്ഷീണിപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അല്ലെ കേരള കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്ന ജനങ്ങൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ പോകുന്നില്ല. ശരി, പക്ഷേ മദ്യലോബിയുമായി ബന്ധപ്പെട്ടാണ് ഈ നേതാക്കൾ പുറത്തേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് പുതിയ വാദമാണ്. ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഗൂഢാലോചന റിപ്പോർട്ട് തന്നെ അടുത്ത ദിവസം പുറത്തു വരാനിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇവിടെ നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് പറയുന്നു നിയമം ഞങ്ങൾക്ക് വേണ്ട, സ്ഥിരമായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സീറ്റിൽ മത്സരിച്ച് 3-ാം സ്ഥാനത്താകാൻ ഞങ്ങളില്ല എന്ന് പറയുമ്പോൾ അവിടെ BJPയും LDFും തമ്മിലാണ് നേരിട്ടുള്ള പോരാട്ടം എന്നുള്ളത് സമ്മതമാണ്. ഇവിടെ 10 യോഗങ്ങൾ അമിത്ഷാ പങ്കെടുക്കുന്നു, 14 യോഗങ്ങളിൽ അമിത്ഷാ പങ്കെടുക്കും, ഏതാണ്ട് 10ഓളം മീറ്റിങ്ങുകളിൽ നരേന്ദ്രമോദി പങ്കെടുക്കുന്നു പറയുമ്പോൾ പ്രചണ്ഡമായ ആഘോഷ പരിപാടികളാണ് BJP അടുത്ത ദിവസങ്ങളിൽ സംഘടിപ്പിക്കാൻ പോകുന്നത്. ഈ ഫോഴ്സ് എന്താണ് കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കിപ്പോഴും വ്യക്തതയില്ല. ഒരുപക്ഷെ BJP അങ്ങോട്ട് ഉദിച്ചുയർന്നതിന് ശേഷം ഒരു കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് അവർക്ക് കിട്ടിയിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിലൊന്നും മുഴുവൻ ഫലവും പ്രതിഫലിക്കണമെന്നില്ല, മുഴുവൻ ശക്തിയും സമാഹരിച്ച് ഒരു കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഇല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ സമ്മതിക്കുകയും ചെയ്തു, ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ഞങ്ങളാണ് 3-ാം സ്ഥാനത്താകാൻ പോകുന്നത്. ഈ ഫോഴ്സ്, അതായത് BJP എന്ന 3-ാം ശക്തി എന്ത് മാറ്റമാണ് കേരള രാഷ്ട്രീയത്തിൽ? അല്ല, അത് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു ഉരകല്ലായിട്ട് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJPക്കാർ വലിയ തോതിൽ ഊർജം സമാഹരിച്ചിട്ടുണ്ട്. വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടാനുള്ള ഒരു ഒരുക്കം അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ അടർത്തിയെടുത്ത രീതി തന്നെ, വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും നടുക്കുന്നത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായ തനത് രീതിയിലൊരു പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ കൃത്യമായിട്ട് അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ പിടികൂടിയ രീതി, അതിനെ സംഘടിപ്പിച്ച സംവിധാനം, അവരെ കൊണ്ടുപോയ വഴി, അദ്ദേഹത്തിൻ്റെ സമത്വ മുന്നേറ്റ യാത്രയുടെ രീതികൾ, അവിടെ നടത്തിയ പ്രസംഗം, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് അവർ ഇതുവരെ നടത്തി വിജയിച്ച കാര്യങ്ങൾ കുറേയൊക്കെ UDFകാരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ചെയ്തതാണ്. എങ്കിൽ പോലും അത് മൊത്തത്തിലൊരു സമാഹരിച്ച് സാമുദായിക ധ്രുവീകരണം പരമാവധി ആളിക്കത്തിച്ച് സംഗതികൾ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ തിരുവമ്പാടിയെ സംബന്ധിച്ചുണ്ടായ തർക്കം തന്നെ നോക്കിയാൽ പോരെ. മുസ്ലിം ലീഗ് 1991 തൊട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീറ്റ്, അത് പ്രത്യേകിച്ച് ഒരു കാരണവും കൂടാതെ ഇനി മലയോര കർഷകനെ നിർത്തിയാൽ മാത്രമേ ജയിക്കുകയുള്ളൂ എന്ന് ചില മെത്രാമാർക്ക് ദിവാസ്വപ്നം ഉണ്ടാകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലയോര കർഷകൻ എന്ന് അവരുദ്ദേശിക്കുന്ന ആരും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷവുമായിട്ട് പല അവിശുദ്ധ ആലോചനകളും നടക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ പാണക്കാട് ഹൈദരലി തങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റി വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാര്യമാണ്. മുസ്ലിം ലീഗിന് മാറ്റം നേരിച്ചാൽ പോലും മാറ്റാൻ പറ്റുമോ? മാറ്റിയാൽ മുസ്ലിം ലീഗ് ഒറ്റപ്പെട്ടു പോകും. സമുദായത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരും PDPക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും ഒക്കെ മുസ്ലിം ലീഗിനെ കുറ്റപ്പെടുത്തും. നിങ്ങളുടെ കയ്യിലിരുന്ന സീറ്റ് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാറ്റി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ചോദ്യം കൊണ്ട് മുസ്ലിം ലീഗ് മലബാറിൽ പല സ്ഥലത്തും ഒറ്റപ്പെട്ടു. മാറ്റാൻ പറ്റില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സീറ്റിൽ നിന്ന് സ്ഥാനാർത്ഥിയെ മാറ്റാൻ പറ്റുമോ? 91 തൊട്ട് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് ഇനി വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇതിൻ്റെ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ സാമുദായിക ധ്രുവീകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയുള്ളൂ. മനസ്സിലായില്ലേ? എഴുതിയിൽ എണ്ണ ഒഴിക്കാന്ന് പറയാണ്. അതാണ് ഈ മെത്രാന്മാരും അതുപോലുള്ള ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ അതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് നിയമം ഞങ്ങൾക്ക് വേണ്ട എന്ന് JDU പറയുന്നു. സ്ഥിരമായി 3-ാം സ്ഥാനത്ത് പോകുന്ന സീറ്റാണത്. എന്തിനാണ് 3-ാം സ്ഥാനത്ത് പോകാൻ വേണ്ടി മത്സരിക്കുന്നത്? ആ സീറ്റ് മാറ്റി ഞങ്ങൾക്ക് കോവളം തരണം. കോവളം പരമ്പരാഗതമായി സോഷ്യലിസ്റ്റുകളുടെ സാന്നിധ്യമുള്ള സീറ്റാണെന്നാണ്. നമുക്ക് നിയമം മാറ്റിവെക്കാം. ഈ തിരുവനന്തപുരം ആകെ തന്നെയും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രത്യേക ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം നമ്മൾ കണ്ടിരുന്നു. UDF പൊതുവായി 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. അരുവിക്കര അങ്ങനെയല്ല കാണിച്ചത്. ഒരുപക്ഷെ ഇടതുപക്ഷ വോട്ടുകളാണ് BJP കൊണ്ടുപോവുക. അങ്ങനെ BJPയും
UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കും ഇത് എന്ന് ഉമ്മൻചാണ്ടി അജണ്ട നിശ്ചയിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് വലിയ തോതിൽ പിന്നോക്കം പോകേണ്ടി വന്നു എന്ന് LDF നേതാക്കൾ തന്നെ സമ്മതിക്കുന്നൊരവസ്ഥയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും സമാനമായ വിധത്തിലാണ് പോകുന്നത് എങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 10-20 മീറ്റിങ്ങുകളിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഈ കൊച്ചു കേരളത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അസം കഴിഞ്ഞാൽ അടുത്ത പരിഗണന ലഭിക്കുക ബംഗാളിനും കേരളത്തിനുമായിരിക്കും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരികയാണ് അവർ. ആ ഒരു സാധ്യത തെക്കൻ കേരളത്തെ ആകെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്? തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് BJPക്ക് ഇപ്പോൾ തന്നെ ഒരു നല്ല പ്രസൻസ് ഉണ്ട്. കോർപ്പറേഷനിൽ അവർ പോലും ഉദ്ദേശിച്ചത് 10-15 സീറ്റ് മാക്സിമമാണ്. പക്ഷേ 36ഓളം സീറ്റ് കിട്ടിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൽ നിന്നുള്ള ഒരു എടുത്തിയാട്ടമായിരിക്കും തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് നേമം മണ്ഡലത്തിലെ വട്ടിയൂർക്കാവിലെ ഒക്കെ അവർ പ്രതീക്ഷിക്കുക. സംസ്ഥാനത്തെ ഉന്നതരായ നേതാക്കന്മാരെ അവർ നിർത്തുകയും ചെയ്യുന്നു. കഴക്കൂട്ടത്ത് മുരളീധരൻ കഴിഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് തന്നെ മത്സരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മത്സരത്തിന് സാധ്യത വളരെ ശക്തമായ ഒരു മത്സരത്തിന് സാധ്യതയുണ്ട്. പക്ഷേ 2 മോഡലുണ്ട്, 2 മാതൃകയുണ്ട് നമ്മുടെ മുമ്പിൽ. ഒന്ന് അരുവിക്കര മാതൃക. BJP സീറ്റ് കൂട്ടിയപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് മുഴുവനും കിട്ടിയത് UDF-നാണ്. അത് സ്ഥാനാർത്ഥിയുടെ മികവ്, അതേപോലെ UDF-ൻ്റെ ഒരു പ്രത്യേകത, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം, അങ്ങനെ പല ഘടകങ്ങളും. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴത്തേക്ക് ആ ഇക്വേഷൻ മാറി മറിഞ്ഞു. അവിടെ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം ഫലവത്തായില്ല. അതേസമയം BJPയുടെ ഒന്നും അറിയാത്ത സ്ഥാനാർത്ഥികളൊക്കെ വിജയിച്ച് കയറുകയും ചെയ്തു. അപ്പോൾ അവിടെ പരാജയപ്പെട്ടത് കോൺഗ്രസ് ആണ്. UDF-നേക്കാൾ ഏറ്റവും കൂടുതൽ തോൽവി നേരിട്ടത് കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ ഇത്ര സങ്കീർണമായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളിവിടെ ചൂണ്ടിക്കാണിച്ച അഡ്വക്കേറ്റ് ജയശങ്കറൊക്കെ ചൂണ്ടിക്കാണിച്ച സാമുദായിക ധ്രുവീകരണം, അതിന് തിരുവനന്തപുരത്ത് സാധ്യതയുണ്ടോ? പണ്ട് കേരളവർമ്മ രാജ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ നേടിയ വൻ മുന്നേറ്റം, ഈ ട്രിവാൻഡ്രം ഈസ്റ്റിലൊക്കെ BJP അന്ന് വളരെ മുമ്പിലെത്തി. അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു മുന്നേറ്റത്തിൻ്റെ ശ്രമം ഇത്തവണ BJPയുടെ അക്കൗണ്ട് തുറക്കലിലേക്ക് എത്തുമോ എന്നുള്ള ചോദ്യം. നികേഷ്, ഈ ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ സാമുദായിക ധ്രുവീകരണത്തിന് എന്തെങ്കിലും പുതിയ മാനങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. അപ്പോൾ മുസ്ലിം വോട്ട്, ലാറ്റിൻ കത്തോലിക്ക വോട്ട്, ഈ കോവളത്ത് JDU ഒക്കെ പറയുന്ന, കോവളത്തും വളരെ തീരപ്രദേശമാണ്, ധാരാളം ലാറ്റിൻ കത്തോലിക്ക വോട്ടുള്ളതാണ്. ഇവരുടെ വോട്ടുകൾ എങ്ങോട്ട് പോകും? സാമുദായിക ധ്രുവീകരണം എന്ന് പറഞ്ഞാൽ ഒരിടത്തോട്ട് മാത്രമല്ല, അത് എല്ലായിടത്തോട്ടും പോകാം. അതിൻ്റെ തീർച്ചയായിട്ടും കേരളത്തിലെ ഇലക്ഷൻ അപ്പാടെ സാമുദായിക അടിസ്ഥാനത്തിലാകാൻ പോവുകയാണോ? തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു മതേതര മനസ്സുണ്ട്. ആ മതേതര മനസ്സ് എങ്ങനെ ചിന്തിക്കും? സ്വാഭാവികമായിട്ടും BJP ഒരു വലിയ ശക്തിയായിട്ട് വരുമ്പോഴേക്ക് ന്യൂനപക്ഷങ്ങൾക്ക് അതിനോടുള്ള റെസിസ്റ്റൻസ് ഏത് ലെവൽ വരെ എത്തും? സ്വാഭാവികമായിട്ടും ഇത്തരം ഘടകങ്ങളെല്ലാം പ്രധാനപ്പെട്ടതായിരിക്കും. അതിലേറ്റവും പ്രധാനം തിരുവനന്തപുരത്ത് തന്നെ പ്രതിഫലിക്കുകയും ചെയ്യും. ഡോക്ടർ വർഗീസ് ജോർജ്, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, നേമം, കാട്ടാക്കട, ഈ 5 മണ്ഡലങ്ങളിൽ BJP ശക്തരായ, അവർക്ക് ലഭ്യമാക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ ഒരു മുന്നേറ്റത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇടതുമുന്നണിക്ക് അവരുടേതായ തന്ത്രമുണ്ട്. അവരേറ്റവും നല്ല സ്ഥാനാർത്ഥികളെ അവിടെ നിശ്ചയിക്കുന്നു. നല്ല സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ ലോക്കലായി പോലും സാന്നിധ്യമുണ്ട് എന്നുറപ്പിക്കുന്നവരെ. ഇപ്പോൾ കഴക്കൂട്ടത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിനെ നിർത്തുന്നു. നേരത്തെ അദ്ദേഹം അവിടെ MLA ആയിരുന്നു. നേമത്ത് ആരെ കൊണ്ട് നിർത്തിയാലും പറ്റില്ല, ശിവൻകുട്ടി തന്നെ വേണം എന്നുള്ള നിലയിൽ ശിവൻകുട്ടിയെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഓരോ മണ്ഡലത്തിലും പറ്റാവുന്ന സ്ഥാനാർത്ഥികളെ LDF കണ്ടെത്തി നിർത്തിയിരിക്കുന്നു. UDF-ന് അങ്ങനെ കൃത്യമായി ഈ പറയുന്ന BJP മണ്ഡലങ്ങളിൽ BJP-യോട് നേരിട്ട് ഏറ്റുമുട്ടാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? നികേഷിന്റെ വിഷയം ശരിയാണ്. കാരണം ആദ്യമായിട്ടാണ് 1965 ശേഷം ഒരു പൊളിറ്റിക്കൽ ലെവലിൽ ത്രികോണ മത്സരം വരുന്നത്. 65 ത്രികോണ മത്സരം വന്നാണ് കേരള കോൺഗ്രസിന് 25 സീറ്റ് കിട്ടി. അതിനുശേഷം ഇപ്പോൾ ഒരു 50 വർഷം കഴിഞ്ഞ് ആദ്യമായിട്ട് കേരളത്തിൽ 3 മുന്നണികളുടെ ഒരു മത്സരം വരികയാണ്. ആ നിലയിൽ BJP മുന്നണിയുടെ ഒരു ശക്തമായ മത്സരം ഈ പ്രദേശങ്ങളിലുണ്ട്. പക്ഷേ ഈ ട്രാവൻകൂർ പൊളിറ്റിക്സിന്റെ ഒരു പ്രത്യേകത, അതെപ്പോഴും ഒരു സാമുദായിക ഘടകങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള പൊളിറ്റിക്സാണ്. ജെ കെ ജോർജ് പറഞ്ഞത് ശരിയാണ്. മലബാർ പൊളിറ്റിക്സിൽ നിന്ന് വ്യത്യസ്തമായി ട്രാവൻകൂറിൽ എപ്പോഴും ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്തെ ഈ മണ്ഡലങ്ങളിൽ വിജയിക്കണമെങ്കിൽ അവിടുത്തെ സാമുദായികമായ സമവാക്യങ്ങൾ ശരിയായിരിക്കണം.
കോൺഗ്രസ് ഇപ്പോൾ പറയുന്ന ഒരു കാര്യവും, ഞങ്ങൾക്ക് ഈ മണ്ഡലങ്ങളിൽ, നികേഷ് ഇപ്പോൾ എണ്ണി പറഞ്ഞ ഈ മണ്ഡലങ്ങളിൽ ജയിക്കണമെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ചില സാമുദായിക പരിഗണനകൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ സോഷ്യലിസ്റ്റ് ആശയക്കാർക്ക് ഇങ്ങനെ സീറ്റുകൾ തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും, ഞങ്ങളുടെ ചർച്ചയിലുണ്ടായിരുന്ന ഞങ്ങളുടെ ലീഡർ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സീറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടേയില്ല. ഇപ്പോഴാദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്. ഞങ്ങളിപ്പോൾ യു ഡി എഫിൽ നിങ്ങൾ പോയി ചർച്ച ചെയ്യുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് കോവളം സീറ്റ് വേണം എന്ന് പറയുമ്പോൾ ഉടനെ യു ഡി എഫ് പറയുക, കോവളം സീറ്റ് നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ അവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സാമുദായിക സന്തുലനത്തിൽ പ്രശ്നങ്ങൾ വരും. അതായത് കോവളത്ത് സ്വാഭാവികമായിട്ടും ഒരു നാടാർ കാൻഡിഡേറ്റിനെ ആയിരിക്കും ഉദ്ദേശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നാടാർ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നുള്ള ആക്ഷേപം വരുമെന്നാണ് അവർ ആശങ്കപ്പെടുക. അത് നികേഷ് ശരിയാണ്. ഈ ചർച്ചയിൽ നികേഷ് എന്നെ അങ്ങ് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അത്തരം യു ഡി എഫിനുള്ളിൽ നടന്ന ചർച്ചകൾ എനിക്ക് കൂടുതൽ ഈ ചാനൽ ചർച്ചയിൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മുടെ ഒരു സ്വകാര്യതയുടെയും അതുപോലെ തന്നെ വിശ്വാസ്യതയുടെയും പ്രശ്നമാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ആ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് വരൂ. ശ്രീ ജേക്കബ് ജോർജ്, എൻ്റെ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞു എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ശക്തമായ മത്സരം ഉണ്ടായത്. സമാനമായ രാഷ്ട്രീയ കാലാവസ്ഥയാണോ ഇപ്പോഴുള്ളത്? അതുകൊണ്ട് ജയിച്ച 2 സീറ്റുകളുണ്ട്. ഏതൊക്കെയാ? വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ, കാട്ടാക്കടയിൽ എൻ ശക്തൻ, ഈ പറയുന്ന 5 സീറ്റുകളിൽ. ബാക്കിയുള്ള സീറ്റുകളിൽ എൽ ഡി എഫും ബി ജെ പിയും ശക്തമായി ഏറ്റുമുട്ടട്ടെ, നമുക്ക് കാഴ്ചക്കാരായി നോക്കി നിൽക്കാം എന്ന നിലപാടാണോ യു ഡി എഫ് സ്വീകരിച്ചിരിക്കുന്നത്? അല്ല, ഇവിടെ തിരുവനന്തപുരത്താണെങ്കിലും കേരളത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും യു ഡി എഫിനും എൽ ഡി എഫിനും ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ഇവിടെ നോക്കണം നികേഷ്, ഇവിടെ ഇടതുപക്ഷ മുന്നണിയേക്കാൾ യു ഡി എഫിനാണ് ഭരണ തുടർച്ചയുടെ മുദ്രാവാക്യത്തിൻ്റെ അത്യാവശ്യമായിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടുത്ത ഗവൺമെൻറ്റിൽ മുഖ്യമന്ത്രിയാവും എന്ന് ഉറപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് ഇവിടെ യു ഡി എഫ് അയവുള്ള സമീപനം സ്വീകരിക്കും എന്ന് വിചാരിക്കേണ്ട. തിരുവനന്തപുരത്ത് വളരെ ശക്തമായ ഇടതുപക്ഷ യു ഡി എഫ് ഏറ്റുമുട്ടൽ തന്നെയായിരിക്കും, യാതൊരു സംശയവുമില്ല. ഇടതുപക്ഷവും യു ഡി എഫും തന്നെയായിരിക്കും തിരുവനന്തപുരത്ത് നേരിട്ട് ഏറ്റുമുട്ടുക. നേരത്തെ റയീസ് ജോർജൊക്കെ പറയുന്നത് ഒരു 3ാം ശരിയായിട്ട് ബി ജെ പി വന്നു കഴിഞ്ഞു എന്നാണ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് അവർ ശക്തിയായിട്ട് വരും. പക്ഷേ ഏതെങ്കിലും ഒരു സീറ്റെങ്കിലും കിട്ടുമോ? നിയമം ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിയമം സീറ്റിനാണ്. 2ാമത് കഴക്കൂട്ടം, 3ാമതേ ഉള്ളൂ വട്ടിയൂർക്കാവ്. നിയമം സീറ്റ് ഒ രാജഗോപാലിനെ നിർത്തി ബി ജെ പിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ? ജേക്കബ് ജോർജ്, എന്ത് അടിസ്ഥാനത്തിലാണ് വട്ടിയൂർക്കാവ് 3ാം സ്ഥാനത്തേ ഉള്ളൂ എന്ന് പറയുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാൽ മത്സരിക്കുമ്പോൾ അവിടെ 1ാം സ്ഥാനത്തെത്തിയത് ബി ജെ പി ആയിരുന്നു വട്ടിയൂർക്കാവിൽ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിന്നോട്ട് പോയിട്ടുണ്ടാകും, ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നല്ല വിജയം കാഴ്ചവെച്ചിട്ടുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് അതിനെ കാണുന്നത്? കെ മുരളീധരനുമായി തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ സംസാരിച്ചിരുന്നപ്പോൾ ഇതൊരു വലിയ ഭീഷണി തന്നെയാണ് എന്ന് അക്നോളജ് ചെയ്യുന്നുണ്ട് കെ മുരളീധരൻ. അവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരനാണ് സ്ഥാനാർത്ഥി. 87-ൽ ഈസ്റ്റിൽ കുമ്മനം 2ാം സ്ഥാനത്തെത്തിയത് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ നികേഷ്. പക്ഷേ ഈ വട്ടിയൂർക്കാവിൽ തന്നെ ഒരു സീറ്റിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ബി ജെ പിക്ക് കിട്ടിയ വോട്ടുകളെല്ലാം നേർപകുതിയായി. 288 വോട്ട് കിട്ടിയ ഒരു വാർഡിൽ ഇപ്പോൾ ബി ജെ പിക്ക് കിട്ടിയത് 144 വോട്ട്. എല്ലാ വാർഡുകളിലും എല്ലാ ബൂത്തുകളിലും അവർക്ക് വോട്ട് കുറഞ്ഞതായിട്ട് കാണാം വട്ടിയൂർക്കാവിൽ. പക്ഷെ അതൊരു സാമാന്യവൽക്കരിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയ മുന്നേറ്റം സ്വാഭാവികമായിട്ടും ചില മണ്ഡലങ്ങളിലേക്ക്, നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഒതുങ്ങുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ഒ രാജഗോപാൽ, കുമ്മനം, അതേപോലെ പഴയ മുൻ പ്രസിഡന്റ് മുരളീധരൻ, അവരൊക്കെ മത്സരിക്കുമ്പോൾ എല്ലാ സന്നാഹങ്ങളുമായിട്ട് ബി ജെ പി മുന്നോട്ട് വരും. പക്ഷേ അവിടെ ആ മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കുകയും ചെയ്യാം. എങ്കിൽ പോലും ഇവിടുത്തെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മത്സരം
LDFും UDFും തമ്മിലായിരിക്കും പിന്നീട് ഈ 3 സീറ്റുകളിൽ. അതിൽ ഏറ്റവും പ്രധാനം നേമം തന്നെയാണ്. O രാജഗോപാൽ മത്സരിക്കുന്ന നേമം സീറ്റിനാണ് BJPക്ക് കൂടുതൽ സാധ്യത ഞാൻ നൽകുന്നത്. ആ വഴിക്ക് നോക്കുമ്പോഴത്തേക്ക് രണ്ടാമത് കഴക്കൂട്ടം, മൂന്നാമതാണ് വട്ടിയൂർക്കാവെന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഏതായാലും നമുക്ക് തെരഞ്ഞെടുപ്പ് തുടങ്ങട്ടെ, പ്രവർത്തനവും അഡ്വക്കേറ്റ് ജയശങ്കർ, ഇപ്പം UDFിൻ്റെ സീറ്റ് വിഭജന ചർച്ചയാണ് നടക്കുന്നത്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണ്ണയം തുടങ്ങിയിട്ടില്ല. ഏകദേശ ധാരണ സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കി ഒന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന സമാധാനം എന്ന് പറയുന്നത് വലിയൊരു തീക്കാറ്റിൻ്റെ ഈ എന്താ പറയുക, വലിയൊരു ഒരു 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 പ്രത്യേക സ്ഥിതിവിശേഷത്തിൻ്റെ തുടക്കമായിട്ടാണോ കാണുന്നത്? അല്ല, അത്ര വലിയ പ്രശ്നം കോൺഗ്രസിന് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സിറ്റിംഗ് MLA-മാർക്ക് എല്ലാവർക്കും പരമാവധി അതാത് സീറ്റുകൾ തന്നെ കൊടുക്കും. ഇരിക്കൂർ പോലുള്ള സീറ്റിലൊക്കെ ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും അത് KC ജോസഫിന് തന്നെ കൊടുക്കുക. KC ജോസഫൊക്കെ പണ്ട് KSUക്കാർ പറഞ്ഞിട്ട് വൈദ്യശാസ്ത്രം പരാജയപ്പെടുന്നവരെ വേറെ മാർഗ്ഗമില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മത്സരിപ്പിക്കും. അങ്ങനെയുള്ള സാധാരണ കോൺഗ്രസ്സിൽ അതിനേക്കാൾ വലിയ ജനാധിപത്യമൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ഇപ്പോൾ എറണാകുളത്ത് ഹൈബി ഘടന മാറ്റുമോ? ഇല്ല. ഡൊമിനിക് പ്രസൻറ്റേഷൻ മാറ്റുമോ? അതും മാറ്റില്ല. K ബാബുവിനെ മാറ്റുമോ? ഇത്രയധികം വിവാദ നായകനില്ല, അദ്ദേഹം മത്സരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഫ്ലെക്സ് ബോർഡുകളൊക്കെ നിരന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ 3 പേരെ മാറ്റാത്തിടത്തോളം കാലം വേറെ ആരെയും മാറ്റാൻ പറ്റുകയില്ല. അൻവർ സാദത്തിന് മാറ്റുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മാറ്റാൻ പറ്റില്ല, അല്ല മാറ്റേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ ആളുകളൊക്കെ തന്നെ വീണ്ടും മത്സരിക്കുക. അബ്ദുള്ളക്കുട്ടി വീണ്ടും മത്സരിക്കുന്ന കാര്യത്തിൽ ചെറിയ സംശയം ഉണ്ടായിരുന്നു, അതും മത്സരിക്കുന്നത് ഇപ്പോൾ ഉറപ്പായി. പിന്നെ ആര്യാട മുഹമ്മദ് സോമനസാലെ പിരിഞ്ഞു പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സീറ്റിൽ വേറെ ആരെങ്കിലും, അവിടെ അദ്ദേഹത്തിൻ്റെ മകനെ തന്നെ മത്സരിപ്പിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ സിറ്റിംഗ് സീറ്റുകളെ സംബന്ധിച്ച് തർക്കമില്ല. പിന്നെ തോറ്റ സീറ്റല്ലേ, തോറ്റ സീറ്റിൽ ഇനിയും ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ LDF ട്രെൻഡാണ് വരുന്നത്. ഇപ്പോൾ ആ സീറ്റിൽ മത്സരിച്ചിട്ട് എന്താ കാര്യമുള്ളത്? ഇപ്പോൾ പെരുമ്പാവൂർ സീറ്റ് കോൺഗ്രസ് മത്സരിച്ചാൽ ജയിക്കാവുന്ന സീറ്റാണ്. നല്ലൊരു സ്ഥാനാർത്ഥി ഇവിടെ, നല്ല സ്ഥാനാർത്ഥി അവിടെയല്ല പ്രശ്നം. സാജു പോളിനെ തോപ്പിക്കാൻ പറ്റിയ ഏത് കോൺഗ്രസ്സുകാരനാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് അല്ല ആരാണുള്ളത്? കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അങ്കമാലി ജയിക്കാവുന്ന സീറ്റില്ലേ, ഉറപ്പായിട്ട് പാട്ടും പാടി ജയിക്കാവുന്ന സീറ്റാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കൊഞ്ഞാണനായിരിക്കും സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. പിന്നെ മത്സരം തന്നെ ഉണ്ടാവില്ല. LDF സ്ഥാനാർത്ഥി തന്നെ വീണ്ടും ജയിക്കും. വൈപ്പിൻ ജയിക്കാവുന്ന സീറ്റില്ലേ, നല്ല സ്ഥാനാർത്ഥി എത്തിയാൽ പുല്ലുപോലെ ജയിക്കാവുന്നതാണ്. പക്ഷേ നല്ല സ്ഥാനാർത്ഥി നിർത്തൂല, അപ്പോൾ പ്രശ്നം തീർന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും വലിയ കഥയില്ല. ഇവിടെ ജോബ് മൈക്കിൾ, UDFിൽ അങ്ങനെ ഒരു പ്രവണത ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. AK ആന്റണി ആവർത്തിച്ച് പറയുന്നുണ്ട്, സ്ഥാനാർത്ഥി പഴയതുപോലെ ഏത് കുറ്റിച്ചൂലിനെയും നിർത്തിയാൽ ഇപ്പോൾ ജയിക്കുന്നില്ല, സ്ഥാനാർത്ഥിക്കൊരു വോട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നിരന്തരം മത്സരിച്ച് ജയിക്കുന്നവരെ ഒഴിവാക്കി നിർത്തുക എന്നുള്ളത് UDF ആവിഷ്കരിക്കേണ്ട തന്ത്രമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഭരണ തുടർച്ച ഉണ്ടാകൂ എന്നാണ് AK ആന്റണി പറയാൻ ശ്രമിക്കുന്നത്. KM മാണിയുടെ കാര്യത്തിലും TU കുരുവിളയുടെ കാര്യത്തിലും PJ ജോസഫിൻ്റെ കാര്യത്തിൽ തന്നെയും ഇത് ബാധകമല്ലേ? കേരള കോൺഗ്രസ് എമ്മിലും ചുടുരക്തം ഉയർന്നു വരുന്നുണ്ടല്ലോ. അവരെ, ആ പുതുരക്തത്തെ പരമാവധി ഉപയോഗപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് താങ്കളെപ്പോലുള്ള ചെറുപ്പക്കാരായ നേതാക്കൾ, ഗോദ്രേജ് ആണോ തലമുടിയെന്ന് എനിക്കറിയില്ല ജോബ് മൈക്കിൾ, എങ്കിൽ പോലും താങ്കളെപ്പോലുള്ള യുവരക്തം ആഗ്രഹിക്കുന്നുണ്ടാകില്ലേ? യേശേ, അതൊക്കെ പാർട്ടിക്ക് മാനദണ്ഡമുണ്ട്. പാർട്ടി ആ മാനദണ്ഡം അനുസരിച്ച് കാര്യങ്ങൾ വിലയിരുത്തി ചെയ്യും. അതിൻ്റെ അകത്ത് വലിയ ആശങ്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പാർട്ടി ഓരോ കാലഘട്ടത്തിലും പാർട്ടിക്ക് അനുസൃതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനത്തിനനുസരിച്ച് UDF എടുക്കും. ബഹുമാനപ്പെട്ട AK ആന്റണി സാറ് പറഞ്ഞത് ശരിയാണ്. AK ആന്റണി സാറ് പറഞ്ഞത് എന്താ, പുതിയ ഒരു തലമുറയ്ക്കനുസരിച്ച് ആ കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകണം. സ്ഥാനാർത്ഥിയെ മാത്രം നോക്കിയല്ല, പാർട്ടിയെ മാത്രം നോക്കിയല്ല, സ്ഥാനാർത്ഥിയും പാർട്ടിയും കൂടെ നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പിടിച്ചു നിർത്തിയാൽ ജയിക്കുന്ന ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് നിരന്തരമായി നിൽക്കുന്നവർ മാറി നിന്നുകൊണ്ട് പുതിയ ആൾക്ക് അവസരം കൊടുക്കണം എന്ന് തന്നെയാണ് AK ആന്റണി സാർ പറഞ്ഞത്. ജേക്കബ് ജോർജ്, അവസാനമായി UDFിലെ സീറ്റ് വിഭജന ചർച്ച ഈ ഘടകകക്ഷികളിൽ തട്ടി നിൽക്കുകയാണ്. ഇന്ന് ജോണി നെല്ലൂരിനോട് വളരെ രൂക്ഷമായി കോൺഗ്രസ് നേതാക്കൾ കാര്യം പറഞ്ഞു എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ പൊതുമാധ്യമങ്ങളോടാകെ തന്നെയും ജോണി നെല്ലൂരിൻ്റെ ഒരു ഇടപെടൽ പഴയ UDF രീതിയാണ്, അതൊന്നും ഇവിടെ പറ്റില്ല, ഇവിടെ സീറ്റ് വിഭജനമൊന്നും പൂർത്തിയായിട്ടില്ല, അതിനു മുമ്പ് നിങ്ങൾ പോയി സീറ്റില്ല എന്നും അത് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നും നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് പറ്റില്ല എന്ന് പറയുകയും ചെയ്തു.
ജോണി നെല്ലൂർ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം മുഖമാകെ ചുമന്നിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് പങ്കെടുക്കാൻ ക്ഷണിച്ചിട്ട് അദ്ദേഹത്തിന് അതിന് സാധിക്കുന്നില്ല. ആ നിലയിൽ കോൺഗ്രസ് വലിയ തോതിൽ ഘടകകക്ഷികളെല്ലാം തന്നെയും അച്ചടക്കം പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുമായി സീറ്റ് വിഭജന ചർച്ച ഞങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും നീട്ടിക്കൊണ്ടുപോകാം, നിങ്ങളുടെ എല്ലാ വാദങ്ങളും കേൾക്കാം, പക്ഷേ ഈ അച്ചടക്ക ലംഘനം സാധിക്കില്ല എന്ന് പറയുന്നത് ഒരു പുതിയ UDF ആണോ അതോ VM സുധീരൻ വന്നതിന് ശേഷമുള്ള പ്രത്യേക ശീലമാണോ? ഇത് കോൺഗ്രസിൻ്റെ അടിസ്ഥാന പ്രശ്നമാണ് നികേഷേ. കാരണം ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് RSPയെ ഇങ്ങോട്ട് കയറ്റിയത്. അപ്പം കൊല്ലത്തെ ലോക്സഭാ സീറ്റ് സിറ്റിംഗ് കോൺഗ്രസ് സീറ്റ് RSPക്ക് കൊടുത്തു. NK പ്രേമചന്ദ്രനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അതേപോലെ JDUവിനെ കൊണ്ടുവന്നു. ജോസഫ് ഗ്രൂപ്പ് മാണി ഗ്രൂപ്പിൽ ലയിപ്പിച്ചു. അപ്പം 140 സീറ്റുകൾക്കകത്ത് ഉൾക്കൊള്ളാവുന്നതിലേറെ ഘടകകക്ഷികൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ഉണ്ട്. ഇവർക്കെല്ലാം സീറ്റ് കൊടുത്ത് എല്ലാവരെയും സംതൃപ്തരാക്കുക എളുപ്പമുള്ള കാര്യമല്ല. അത് തന്നെയുമല്ല, ഈ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കും. അവിടെ അസംതൃപ്തരായ കോൺഗ്രസ് പ്രവർത്തകർ പിന്നീട് KC ജോസഫിനെ പോലെ പ്രായമേറെ ചെന്നവർ നിൽക്കുന്നത് കൊണ്ട് അവിടെയും സീറ്റ് കിട്ടാതെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ, ഇതെല്ലാം കോൺഗ്രസ്സുകാരെയാണ് ബാധിക്കുക. അതുകൊണ്ട് UDF കോൺഗ്രസ് നേതൃത്വം കാണിക്കുന്ന അസംതൃപ്തിക്ക് പിന്നിൽ, അവർ കാണിക്കുന്ന മർക്കടമുഷ്ടിക്ക് പിന്നിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവ കോൺഗ്രസ്സുകാരുടെ അതൃപ്തിയുണ്ട് നികേഷ്. അതാണ് പ്രശ്നം. കോൺഗ്രസിനെ അത് അലട്ടുന്നുണ്ട്. AK ആന്റണി ഉദാഹരണത്തിന്, AK ആന്റണി വീണ്ടും രാജ്യസഭാ സീറ്റ് മേടിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞില്ലല്ലോ എന്നാൽ ഒരു ചെറുപ്പക്കാരന് കൊടുക്കുക, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റോടെ നിൽപ്പുണ്ടല്ലോ, അദ്ദേഹത്തിന് കൊടുക്കുക. അദ്ദേഹത്തിന് വലിയൊരു ഒരു എക്സ്പീരിയൻസ് ആവില്ലേ രാജ്യസഭയിൽ പോയി പ്രവർത്തിക്കുക എന്നുള്ളത്? ഏതെങ്കിലും ഒരു യുവ കോൺഗ്രസ്സുകാരന് കൊടുത്തുകൂടെ? കൊടുക്കുകയില്ല. ഒരൊറ്റ മുതിർന്ന കോൺഗ്രസ്സുകാരനും കൊടുക്കുകയില്ല. അതിന്റെ ദുരന്തം, അതിന്റെ പ്രശ്നം, ആ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ഘടകകക്ഷികളുടെ നേർക്ക് ബലം പിടിക്കുന്നത്. രാജ്യസഭ മുതിർന്നവരുടെ ഓർമ്മയില്ല, എന്താ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. അദ്ദേഹവും MP ആയി. അദ്ദേഹത്തെ MP ആക്കിയത് ഹൗസ് ഓഫ് എൽഡേഴ്സ് ആണ്. അവിടെ ചെറുപ്പക്കാർ പോയാൽ ശരിയാവും. അതെയാണ് എൽഡേഴ്സ്. അതെ, എൽഡേഴ്സ് സഭയാണ്. അതുകൊണ്ട് അതിന്റെ ഒരു സമ്മർദ്ദം ഈ പറഞ്ഞോ, തുടർന്നോളൂ. അതെ, വയലാർ രവിയും AK ആന്റണിയും PJ കുര്യനുമാണ്. ഇപ്പം ചെറുപ്പക്കാർ പറയും അവരും KUC പ്രസിഡന്റ് ആയിരുന്നല്ലോ. പണ്ട് കാലത്ത് അവരൊക്കെ KUC പ്രസിഡന്റുമാരായിരുന്നു. PJ കുര്യൻ എന്തെങ്കിലും അതിങ്ങനെ KUC പ്രസിഡന്റോ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റോ ഒന്നും ആയിട്ടുമില്ല. അപ്പോൾ ഈ പ്രായമായവർ ചേർന്ന് ഈ കോൺഗ്രസിനെ ഇപ്പോഴും അടക്കി വാഴുകയാണ്. അതുകൊണ്ട് യുവാക്കൾക്ക് അവിടെ യാതൊരു വളർച്ചയ്ക്ക് സ്കോപ്പില്ല. യുവാക്കൾക്ക് സീറ്റ് കിട്ടുമെന്ന് മോഹമില്ല. യുവാക്കൾ പലയിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഘടകകക്ഷികൾക്ക് പരമാവധി കുറച്ച് സീറ്റ് കൊടുത്തുകൊണ്ട് ആ സീറ്റ് കുറേ കരസ്ഥമാക്കി സാധാരണ പാവപ്പെട്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി ആയിരിക്കും. നല്ല പരിപാടിയാണ് ജേക്കബ് ജോർജ്, RSP സംസ്ഥാന സെക്രട്ടറി അസീസ്, ഡോക്ടർ വർഗീസ് ജോർജ്, ജോബ് മൈക്കിൾ, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്